everyone, this is the part 6 of our integration series. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ്. ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ എക്സാക്റ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഒരു അപ്പർ ലിമിറ്റും അതേപോലെ ഒരു ലോവർ ലിമിറ്റും തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞിട്ടാണ് തരാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 1 to 3 x² dx. നമ്മൾ നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യാം. ഇതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? x³/3. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് ലിമിറ്റ് ഇട്ട് കൊടുക്കുക. 1 to 3. ഇതെന്ത് വരും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. 3³/3 മൈനസ് പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 1³/3 ഈക്വൽ ടു എന്ത് വരും? 27/3 മൈനസ് 1/3 ഈക്വൽ ടു 26/3. അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ ഇൻ്റഗ്രൽ 0 to 2 2x - 1 dx. അപ്പോൾ 2x - 1 dx 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 × x²/2 മൈനസ് 1 dx എന്ന് പറഞ്ഞാൽ എക്സ്. എന്നിട്ട് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുക 0 to 2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു x²ന് എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇടാം. അപ്പോൾ എന്ത് വരും? 2² മൈനസ് 2 മൈനസ് 0² മൈനസ് 0 ഈക്വൽ ടു 4 മൈനസ് 2. പിന്നെന്താ? ഇത് 0 അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ്റഗ്രൽ 0 to 1 e⁻x dx ഈക്വൽ ടു എന്ത് വരും? e⁻xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e⁻xനെ ലിമിറ്റ് ഇട്ട് കൊടുക്കുക 0 to 1. അപ്പോൾ എന്ത് വരും? e⁻1 മൈനസ് e⁻0. e⁻1 എന്ന് പറഞ്ഞാൽ എന്താ? e⁻0 എന്ന് പറഞ്ഞാലോ 1. ഇനി e⁻0 എന്ന് പറഞ്ഞാൽ 1, e⁻∞ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി. e⁻∞ എന്ന് പറഞ്ഞാൽ 0. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ.